ഹലോ, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നു. ഇന്ന് നമ്മളൊരു സൈഡ് ഓപ്പൺ സ്ലിറ്റ് ചുരിദാർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കൈക്കുഴിയും അതേ അളവ് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു 1.5 ഇഞ്ച് ഇതായും കോർണറിൽ നിന്നും ഒരു 1.5 ഇഞ്ച് കൈക്കുഴി കുഴിച്ച് മുറിക്കാനുള്ളത് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. പിന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 5.5, ഫ്രണ്ട് നെക്ക് 6 അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് വണ്ണം കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അത് നമ്മൾ ഓരോരുത്തരുടെ അളവനുസരിച്ച് മാർക്കിംഗ് കൊടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് വണ്ണം കൂടി മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ സ്ലിറ്റ് ഓപ്പൺ വരുന്ന ആ ഒരു മാർക്കിംഗ് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തതൊന്ന് ക്ലിയർ ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൈക്കുഴി അവിടെ കുഴിച്ചു മുറിക്കണം. ബാക്ക് 1.5 ഇഞ്ചും ഫ്രണ്ട് 1 ഇഞ്ചുമാണ് കുഴിച്ചു മുറിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ആദ്യം സ്ലീവിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ സ്ലീവ് അങ്ങനെ കട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽ വീഡിയോസ് ഉണ്ട്. അതുകൊണ്ട് അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം നമ്മുടെ സ്ലീവിൽ ലൈനിങ് ഇതാ അറ്റാച്ച് ചെയ്തു. നമുക്ക് തിരിച്ചു വെച്ചിട്ടൊന്ന് പതിച്ചടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ സ്ലീവിൽ ലൈനിങ്ങിന് പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ പോകണം. നമ്മൾ ആദ്യം ലൈനിങ് ക്ലോത്ത് വെച്ചു. അതിനുശേഷം മെയിൻ ഫാബ്രിക് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ക്യാൻവാസ് ഒക്കെ വെച്ചിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അതിന് മുകളിലായിട്ട് ക്യാൻവാസ് വെക്കണം. ഞാനിപ്പോൾ ക്ലോത്ത് തന്നെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നെക്ക്. അപ്പോൾ നമ്മൾ ക്ലോത്തിൽ ഇതെല്ലാം ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഒരു സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സ്ക്വയർ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സെൻട്രൽ പീസ് വേണ്ടല്ലോ, നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് അടിച്ചു കൊടുക്കണം. അതിന് മുമ്പ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ ഈ പീസിനെ ലൈനിങ് പീസിലാണ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഇപ്പം എക്സ്ട്രാ പിടിപ്പിച്ച ആ പീസിൽ നമുക്ക് നെക്ക് മറിച്ചടിച്ച് ആ പീസിനെ ലൈനിങ് തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ബാക്ക് നെക്ക് ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അങ്ങനെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. നമ്മൾ 2 സ്ലീവും പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് നമ്മുടെ അളവൊക്കെ അനുസരിച്ചിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്പൺ ചുരിദാർ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു പോയിന്റിൽ കുത്തി നിർത്തിയിട്ട് അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ സ്ലീവിൻ്റെ അവിടുന്ന് തുടങ്ങിയിട്ട് അവിടെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ സ്ലീവ് മുതൽ താഴോട്ടാണ് അടിച്ചു പോകുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് ആ ഓപ്പൺ സ്ലിറ്റ് വരേണ്ട ഭാഗത്ത് കുത്തി നിർത്താം. അവിടെ കെട്ടിട്ട് നിർത്തിയ ശേഷം നമുക്ക് നേരെ തിരിച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് 2 സൈഡും അടിച്ചെടുക്കാം. ഇനി നമ്മൾ ലൈനിങ് തുണീൻ്റെ അടിഭാഗം മടക്കി അടിച്ചിട്ടുണ്ടായില്ല, അപ്പോൾ അതൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. ഇനി നമ്മൾ സ്ലിറ്റ് അടിക്കാൻ പോവാണ്. നമുക്ക് താഴെ മുതൽ പിടിച്ചു വെച്ച് ഒന്നല്ലേ അത് പിൻ ചെയ്ത് വെക്കാം, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യും. നമ്മൾ താഴെ നിന്ന് അടിച്ച് വന്നു. ആ ഒരു കോർണറിൽ എത്തുമ്പോൾ പതിയെ പിടിച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ കുത്തി നിർത്തുന്നു. നമ്മൾ നേരെ തിരിച്ചു വെക്കുന്നു. വീഡിയോയിൽ കാണുന്ന രീതിയിൽ അങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് അവിടെയും കുത്തി നിർത്തി എന്നിട്ട് നമ്മൾ താഴേക്ക് അടിച്ചു പോവുകയാണ്. അങ്ങനെ 2 സൈഡും നമുക്ക് സെറ്റ് അടിച്ച് മാറാം. നമ്മുടെ സ്ലിറ്റ് അടിച്ച് കഴിഞ്ഞു. നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ അത് ക്ലിയർ ആവുന്നില്ല കേട്ടോ. റെഡ് കളർ ആയതുകൊണ്ട് തന്നെ എനിക്ക് നൂല് മനസ്സിലാവുന്നില്ല. സോ അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഗൈസ്.